എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. നല്ല രുചിയുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റു ചിക്കൻ റെസിപ്പികളെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പം, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി, ബ്രെഡ്, നെയ്ച്ചോറ് ഇവയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാവുന്ന ഒരു കറിയാണിത്. ഈ കറി കൂട്ടുന്നവർ ഇതിന്റെ ടേസ്റ്റ് കാരണം വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും. എല്ലാ ടൈപ്പ് കറികളും കഴിക്കില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ മറ്റ് ചിക്കൻ റെസിപ്പികൾ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇത് തയ്യാറാക്കാനായി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ എടുക്കുന്നു. ചിക്കൻ ബോൺ ഉള്ളതോ ബോൺലെസ്സോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് വലിയ സൈസിൽ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള, ക്യൂബ്സായി അരിഞ്ഞ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്. ഈ കറിക്ക് ഒത്തിരി പുളി ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതിയാവും. നടുവേ കീറിയ 3 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 6 7 ചേർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി 15 ഗ്രാം വരും. നീളത്തിൽ വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടാൽ മതി. 1 2 തണ്ട് കറിവേപ്പില, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 1 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർക്കാം. ഇതിനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു 10 15 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വേവിക്കാനായി വെക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങാനായി ഇത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇതാ ഇപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. 2ാം പാലാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് മൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വേവാനായി വെക്കാം. നന്നായി തിളച്ചു തുടങ്ങിയാൽ ഫ്ലെയിം നമുക്ക് കുറച്ചിടാം. ഇടയ്ക്ക് 1 2 തവണയോ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ചിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ഇത് വേവിക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂവിൻ്റെ ചാറ് നല്ല കുറുകിയിരിക്കാൻ വേണ്ടി ഈ സമയത്ത് 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ കോൺഫ്ലവർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ കിടക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താലും മതി. ചാറ് നല്ല കുറുകി വരും. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിനായി 10 12 കാഷ്യൂ നട്ട്സ് അരച്ച് ചേർക്കുന്നുണ്ട്. ഇതൊട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരയ്ക്കാം. അതിനുശേഷം വെള്ളം ചേർത്ത് നന്നായി ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കാഷ്യൂ നട്ട്സ് ഈ കറിയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർത്താൽ കറിക്ക് കൂടുതൽ രുചിയായിരിക്കും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, 1/2 കപ്പ് 1ാം പാല് ഇവ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമില്ല, കൈവശം ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ കറിയിൽ നമ്മൾ കാഷ്യൂ നട്ട്സ് അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് 1ാം പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കറിക്ക് യാതൊരു രുചിക്കുറവും ഉണ്ടാവില്ല. ഇത് ഇതിലും വേഗത്തിൽ തയ്യാറാക്കണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് കുക്കറിലിട്ട് 1 വിസിൽ വേവിച്ചാൽ മതിയാവും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കും. അരി അരയ്ക്കാതെയും തേങ്ങാപ്പാൽ പിഴിയാതെയും കപ്പി കാച്ചാതെയും ഉണ്ടാക്കാവുന്ന ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പി കാണാൻ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം.
വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.